ഹായ്. അതേ, ഞാൻ നിങ്ങൾക്കൊരു സംഭവം കാണിച്ചു തരട്ടെ. നമുക്കൊരു ഐറ്റം പൊട്ടിക്കാൻ പോയാലോ? വാ. നമ്മൾ പോണതേ ഇതേ ഒരല്ല പൊട്ടിക്കാനാട്ടാ. വേറെ ഒരല്ല. നിങ്ങളിപ്പോൾ വിചാരിക്കും ഞാൻ വല്ല ആടാണെന്ന്. ആടൊന്നല്ല. ഇതേ കണ്ട, ഇതെന്തിൻ്റെ ഇല എന്ന് മനസ്സിലായ? നമ്മുടെ പ്ലാവിൻ്റെ ഇല. നമുക്ക് ചക്ക ഉണ്ടാവണ പ്ലാവിൻ്റെ ഇല കേട്ടോ. ഈ പ്ലാവിൻ്റെ ഇല കൊണ്ട് നമുക്ക് നല്ല അടിപൊളി തോരൻ ഉണ്ടാക്കാൻ പറ്റും. അത് ഈ മൂത്ത ഇല കൊണ്ടല്ല കേട്ടോ, നല്ല തളിർത്ത ഇല കൊണ്ടാട്ടോ തോരൻ വയ്ക്കാൻ പറ്റുക. ഇല ഇപ്പോൾ കാണിച്ചു തരാം. നല്ല തളിർത്ത ഇല നോക്കി ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ ഞാൻ. ദേ ഇതാട്ടോ തളിർത്ത ഇല. അപ്പോൾ ഇങ്ങനത്തെ തളിർത്ത ഇലകൾ നോക്കിയിട്ട് നമുക്ക് കുറച്ചിങ്ങനെ അത് ഇങ്ങനെ പൊട്ടിച്ചെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ പശ പോകണം. പശ പോകാൻ വേണ്ടി നമുക്കിത് ഇങ്ങനെ പൊട്ടിച്ചേണ്ടി ഇങ്ങനെ കുത്തിച്ചാരി വെച്ച് കഴിഞ്ഞാൽ പശയൊക്കെ പോട്ടോ. ഇങ്ങനത്തെ കുറച്ച് ഇലകൾ പൊട്ടിക്കാം കേട്ടോ. എനിക്കിപ്പോൾ ഇത് ഇത്രയും ഇലകൾ കിട്ടിയിട്ടുണ്ട്. ഒക്കെ തളിർത്ത ഇലകൾ നോക്കി ഞാൻ പൊട്ടിച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് കഴുകി വാരി വെള്ളം തോരാൻ വെച്ചിട്ട് നന്നായി നമ്മൾ എങ്ങനെയാണോ ചീര അരിയുക അതേപോലെ നന്നായി അരിഞ്ഞെടുക്കണം കേട്ടോ. ബാക്കി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇല നല്ലതുപോലെ കഴുകി അലമ്പി എടുക്കാം കേട്ടോ. ഇതിൽ വല്ല പ്രാണികളോ പുഴുക്കളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട്, നല്ല പൊടിയൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം പോകാൻ വേണ്ടിയിട്ട് നന്നായി കഴുകി വാരി നമുക്ക് വെള്ളം തോരാൻ വയ്ക്കാം. കഴുകി വാരിയ പ്ലാവില നമുക്ക് നന്നായി അരിഞ്ഞെടുക്കാം. അരിഞ്ഞെടുത്തതിന് ശേഷം ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അത് ചൂടായി കഴിയുമ്പോൾ അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ കുറച്ച് കടുക് ഇട്ട് കൊടുത്ത് കടുക് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഉഴുന്നും പരിപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഉഴുന്നും പരിപ്പ് ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും തോരന്. ഉഴുന്നും പരിപ്പ് ഇട്ട് നന്നായി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് അരിഞ്ഞ് വെച്ച പച്ചമുളകും ഉള്ളിയും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ് നന്നായി ചേർത്ത് നന്നായി പച്ചമണം പോണ വരെ ഇളക്കിയതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് നാളികേരം ചിരണ്ടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ചേർത്ത് നന്നായിട്ട് അതിൻ്റെ പച്ചക്കുത്തൊക്കെ പോണ വരെ ഇളക്കി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച പ്ലാവിലിട്ട് കൊടുക്കാം. പ്ലാവിലിട്ടെടുത്ത് നമ്മൾ വെള്ളം ഒഴിച്ച് വേവിക്കാൻ പാടില്ല കേട്ടോ. നമ്മൾ ആവിയിൽ തന്നെ വേവിക്കണം. നന്നായി ഇളക്കി വെച്ച് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് വേവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്ലാവില തോരൻ റെഡിയാണ്. കർക്കിടക മാസത്തിൽ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി തോരനാട്ടോ. ഇലക്കറികളിൽ ഒന്നാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കരുത്. മസ്റ്റായി എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. ഓക്കെ, താങ്ക് യു.